മുഖ്യമന്ത്രി ഇന്നിപ്പോൾ കോട്ടയത്തുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അദ്ദേഹം വിവിധ പരിപാടികളിൽ ഇന്ന് കോട്ടയം മണ്ഡലത്തിലുടനീളം നിറഞ്ഞു നിൽക്കും. അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ഇന്ന് കോട്ടയത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥലമായി മാറ്റുന്നുമുണ്ട്. ആ പരിപാടികളൊക്കെ വിജയിപ്പിക്കാനുള്ള ശ്രമത്തിലാണ് കോട്ടയത്തെ CPM പ്രവർത്തകർ എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഏറെ പ്രാധാന്യത്തോടുകൂടി തന്നെ മുഖ്യമന്ത്രിയുടെ പരിപാടിയിലേക്ക് ആളുകൾ എത്തിച്ചേരുക, സ്ഥാനാർത്ഥികളടക്കമുള്ള ആളുകൾ ഇതുമായി ബന്ധപ്പെട്ട് പ്രചരണത്തിന് ഈ യോഗങ്ങളിൽ പങ്കെടുക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്. ജി ശ്രീജിത്ത് ഏറ്റവും പുതിയ വിവരങ്ങളുമായി അല്പസമയത്തിനകം തന്നെ ചേരും. ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ ഇന്നലെ അടക്കം മുഖ്യമന്ത്രി പത്തനംതിട്ടയിലെ പരിപാടികളിൽ പങ്കെടുക്കുകയായിരുന്നു. ഇന്നിപ്പോൾ കോട്ടയത്താണ് മുഖ്യമന്ത്രി ഉള്ളത്. രാവിലെ 10 മണിക്ക് മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം വിളിച്ചിട്ടുണ്ട്. അദ്ദേഹം ഇന്നലെ പല കാര്യങ്ങൾക്കും മറുപടി പറഞ്ഞിരുന്നു. ഇന്നും സമാനമായി തന്നെ ഉയരുന്ന ഡീൽ വിവാദങ്ങൾ അടക്കം തെരഞ്ഞെടുപ്പ് രംഗത്ത് ഇപ്പോൾ സജീവമായി നിൽക്കുന്ന നിരവധി വിവാദങ്ങളുണ്ട്. അതിനൊക്കെ കൃത്യമായ മറുപടി മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കാം. കോട്ടയത്ത് കേരള കോൺഗ്രസുകളുടെ പോരാട്ടമുണ്ട്. കോൺഗ്രസും CPM-ഉം നേർക്കുനേർ പോരാടുന്ന വിവിധ മണ്ഡലങ്ങളുണ്ട്. ജി ശ്രീജിത്തുണ്ട്. ശ്രീജിത്ത്, കോട്ടയത്ത് രാഷ്ട്രീയ ചൂട് ഏറെയാണ്. ഇന്നിപ്പോൾ മുഖ്യമന്ത്രിയുടെ സാന്നിധ്യം അവിടുത്തെ തെരഞ്ഞെടുപ്പ് രംഗത്തെ വ്യത്യസ്തമാക്കുന്നുണ്ട്. തീർച്ചയായും മുഖ്യമന്ത്രി പ്രചരണത്തിലെത്തുന്നു എന്നുള്ളത് രഞ്ജിത്ത് വലിയ ആവേശം തന്നെ ഇടത് പ്രവർത്തകരെ സംബന്ധിച്ച് ഉണ്ടാക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. രാവിലെ 10 മണിക്ക് കാഞ്ഞിരപ്പള്ളിയിൽ ഏരിയ കമ്മിറ്റി ഓഫീസിൽ വെച്ച് മാധ്യമപ്രവർത്തകരെ കണ്ട ശേഷമാണ് മുഖ്യമന്ത്രി പ്രചരണ പരിപാടികളിൽ പങ്കെടുക്കുന്നത്. എന്തായാലും രാവിലത്തെ പരിപാടി കാഞ്ഞിരപ്പള്ളിയിലാണ് അദ്ദേഹത്തിന് ആദ്യ പരിപാടിയുള്ളത്. കാഞ്ഞിരപ്പള്ളി പൂഞ്ഞാർ മണ്ഡലങ്ങളിലെ പ്രവർത്തകരുടെ സാന്നിധ്യത്തിലുള്ള പൊതുയോഗം അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും. വൈകിട്ട് 4-ന് ചങ്ങനാശ്ശേരിയിലാണ് രണ്ടാമത്തെ പരിപാടി നടക്കുന്നത്. അതിനുശേഷം ഏറ്റുമാനൂർ, കോട്ടയം, പുതുപ്പള്ളി എന്നിവയുടെ പരിപാടി ഏറ്റുമാനൂർ നിയോജക മണ്ഡലത്തിലെ പേരൂർ കവലയിൽ വെച്ച് നടക്കും. അതിനുശേഷം ഏതാണ്ട് 6 മണിയോടുകൂടി പാലായിലും അദ്ദേഹം എത്തും. അതായത് ഒരു കടുത്ത പോരാട്ടം നടക്കുകയും ഇടതുമുന്നണി നിലനിർത്തണം എന്ന് ഉറപ്പിക്കുകയും ചെയ്യുന്ന മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ചുകൂടിയാണ് ഈ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുള്ളത്. പ്രത്യേകിച്ച് ചങ്ങനാശ്ശേരി ആയിക്കോട്ടെ, പാല തിരിച്ചുപിടിക്കണം എന്നുള്ള ലക്ഷ്യമുണ്ട്. അത്തരം കേന്ദ്രങ്ങളിൽ മുഖ്യമന്ത്രി എത്തുന്നു എന്നുള്ളതാണ്. തീർച്ചയായും വളരെ വേഗത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടികൾ ആരംഭിച്ചൊരു മുന്നണിയാണ് ഇടതുമുന്നണി. സ്ഥാനാർത്ഥി പ്രഖ്യാപനം വളരെ വേഗത്തിൽ പൂർത്തിയാക്കുകയും ആദ്യം കളത്തിലിറങ്ങുകയും ചെയ്തു എന്നതാണ് വളരെ പ്രധാനപ്പെട്ട ഒന്ന്. കേരള കോൺഗ്രസ് സ്ഥാനാർത്ഥികളുടെ പട്ടിക ഒരൽപ്പം വൈകിയെന്നാലും UDF-നേക്കാൾ നേരത്തെ എത്തുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. എന്തായാലും ആ നിലയിൽ പോരാട്ടം നടക്കുന്നു. ആ പോരാട്ടത്തിന് ചൂടുപിടിപ്പിക്കാൻ മുഖ്യമന്ത്രി എത്തുന്നു എന്നതാണ് പ്രധാന സവിശേഷത. രഞ്ജിത്ത്, മുഖ്യമന്ത്രി ഇന്ന് കോട്ടയത്തെ വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും ശ്രീജിത്താണ് വിവരങ്ങൾ പങ്കുവച്ചത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.